ചൂങ്ങ ചോദിച്ചോണ്ടിരുന്നാൽ മതിയോ? പണിക്ക് വല്ലതും പോണ്ടേ? ഞാൻ അതല്ല ആലോചിക്കുന്നത്, നമുക്കൊരു ബിസിനസ് തുടങ്ങിയാലോ? ബിസിനസ് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. രണ്ടു നമുക്ക് പൊട്ടിന്ന് പറയുന്നത് ഇങ്ങനെ പറയാതെ. ആ പിള്ളേർക്കൊക്കെ നമ്മളെ ബിസിനസ് മതി. അവർക്കറിയാലോ നമ്മൾ കഴിവുള്ളവരാണ്. എടാ അതുകൊണ്ടല്ല, ദീപാവലിക്ക് അമ്മമാർ മേടിക്കുന്ന പടക്കത്തിനേക്കാളും നമ്മുടെ ബിസിനസ്സാണ് പൊട്ടുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യൂടാ? എന്ത് ചെയ്യാനാ, വല്ല പണിക്ക് പോവാ. ആ കണ്ടാ വെറുതെ കുത്തിയിരിക്കാനല്ലോ, പണിക്കാൻ പോണോ? അയാൾ വല്ലതൊക്കെ പറയട്ടെ. അയാൾ മാത്രമല്ല, ഇപ്പം നാട്ടുകാർ മൊത്തം പറയുന്നുണ്ട്. ഒരു 10 മിനിറ്റുള്ള പണിയെല്ലാം ഉണ്ടായിരുന്നു പോയാൽ. എന്ത് ചെയ്യാനാ, നിനക്കും പറ്റത്തില്ല ജോലി, എനിക്കും പറ്റത്തില്ല. നമ്മളെല്ലാം അങ്ങനെ ആയി പോയി. നമുക്കൊരു ചായ കുടിച്ചാലോ? ആ പോവാം. പക്ഷെ പൈസ ഉണ്ടോ? പൈസ ഇല്ല, നമ്മൾ രാണൻ്റെ ഇടയിൽ പോകുന്നു, മറ്റു പറയാം. ഒരായണാണ്ട് കുഴപ്പമില്ല. അല്ലേ വേണ്ട, നമുക്കൊരു നാരനുള്ള കുടിക്കാം, കുറച്ച് വെറൈറ്റി ആവട്ടെ. എന്നാ ശരി, നാരങ്ങളും കുടിക്കാം. അണ്ണ 2 നാരങ്ങ ഉള്ളു. നമുക്ക് അങ്ങോട്ടേക്കാം. ആ നാരങ്ങളത്തിന് പൈസ പറ്റിയിരിക്കും. 4-5 വർഷമായി പറ്റ കഴി തുടങ്ങിയിട്ട്. അണ്ണം മേടിക്കണ്ട, അതൊക്കെ നമ്മൾ സെറ്റാക്കും. മക്കൾക്ക് ജോലിയൊന്നും ആയില്ല മക്കളെ? ഇല്ല, ജോലിയൊന്നും ഇല്ല, നമ്മളിപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ പറയില്ല. നമ്മളല്ല, നീ മാത്രം. ഇത് മിക്കവാറും പൊട്ടത്തില്ല, നീ പേടിക്കണ്ട. എന്ത് ബിസിനസ് തുടങ്ങാനാണ് പ്ലാൻ? പടക്കം. പടക്കൂ? നീ എന്താ അങ്ങനെ പറഞ്ഞു? എന്തായാലും പൊട്ടുമല്ലോ. നീ നിർത്തി, നിനക്കെന്താ? ഇത് മിക്കവാറും പൊട്ടത്തൊന്നുമില്ല, ഇത് അല്ലുവിട്ട് പോകും. അണ്ണാ ഒരു നാരങ്ങ കൊടുത്തോ? അതും പറ്റായിരിക്കും അല്ലേ? കറക്റ്റ്, അതും പറ്റിയിരിക്കും. നമ്മളെന്തായാലും എല്ലാം അവസാനം ഒരുമിച്ച് സെറ്റാക്കും. അണ്ണാ എനിക്കൂടാ. നീ ലാലേട്ടൻ സിനിമ ഉണ്ടായിരുന്നു? ഇല്ല, ഏതാ? പൊളിപ്പടം, അടിപൊളി പടം, എല്ലാവരും അത് കാണാൻ വേണ്ടിയാണ് പോകുന്നത്. 200 കോടി ഉറപ്പ്. അതിന് നീ ഉണ്ടായിരുന്നു? ഞാൻ കണ്ടില്ല, റിവ്യൂ ഒക്കെ കണ്ടപ്പോഴേ കാണാൻ പോകണ്ടേ. അതിന് പൈസ ഇല്ലല്ലോ. പൈസ ഇല്ല, അത് നമുക്ക് ഒപ്പിക്കാം. അതെവിടെ നിന്ന് ഒപ്പിക്കും? അതൊക്കെ ഒപ്പിക്കാം. രായണന്റെ കടയല്ല പറ്റിയ എഴുതി കൊടുക്കാൻ. തിയേറ്റർ നമ്മുടെ വകയല്ലെന്ന് എനിക്കറിയാം, കാണണ്ടേ ലാലേട്ടൻ. നല്ലതായി. ട്യൂഷൻ സെന്റർ ഇടാൻ സമയമായി. ട്യൂഷൻ സെൻ്ററാ? അതിന് അവിടെ ആകുമ്പോൾ ആരെങ്കിലൊക്കെ വായന സെറ്റ്. നിനക്കതല്ലേ ഉള്ളു പണി. വാ, നീ എവിടെയെങ്കിലും സംസാരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. നാട്ടുകാർ മൊത്തം ഭൂലോക തോൽവിയാന്നാ പറയുന്നത്. നാട്ടുകാർ പലതും പറയും, നമ്മളൊന്നും കാര്യമാക്കണ്ട. വാ, ഓറഞ്ച് ഡ്രസ്സിട്ടൊക്കെ വെച്ച് കൊള്ളാം. നിനക്ക് വായനോട്ടാണല്ലോ പണി. എയർടെല്ലിലേക്ക് സ്വാഗതം. മലയാളത്തിനായി എയർടെല്ലിനൊക്കെ വിളിക്കാൻ കണ്ട സമയം. ഓറഞ്ച് എന്താ? ഓറഞ്ച് എന്താ? ജ്യൂസ് അടിച്ച് കുടിക്കാനാ? എടാ മറ്റേ കൊച്ച്. ആ കൊച്ചു പോയി. ആ എന്നാ പിന്നെ പോവാം. എന്താ മൂട് പോയടാ. വാ. മൂട് പോയാ? എന്താ വാ, മനസ്സിലായി. നീ ഒന്ന് പോയി. ചായ കുടിച്ചാലോ? കാണാൻ്റെ ഇടയിൽ എങ്കിൽ അങ്ങോട്ട് പോവാം, ചായ കുടിക്കാം. പറ്റിയതാ, കാണാൻ്റെ ഇടയില്ലേ പറ്റിയത്. ഇപ്പം നാരങ്ങളും വേണ്ട, ചായ കുടിക്കാം. ആ കുടിക്കാം. രാവിലെ ആകുമ്പോൾ കുടിച്ച നാരങ്ങ കൊണ്ടല്ലേ. വാ എന്തായാലും. പറ്റിയത്. എൻ്റെ ഒരു 20 രൂപ ഇരിപ്പുണ്ട്, മറ്റേ റോഷൻ തന്ന. അത് കൊടുക്കണ്ട, പിന്നെ കൊടുക്കാം, എല്ലാവരും ഒരുമിച്ച് കൊടുക്കാം. വാ. എത്ര ആയെന്ന് അറിയത്തില്ല. പിന്നെ എൻ്റെ ബിസിനസ്സൊക്കെ എന്തായി? ഏത് ബിസിനസ്? ആ മറ്റേ നീ എന്ന് പറഞ്ഞ എൻ്റെ ഐഡിയ എന്തുവായിരുന്നു? ഐഡിയ എന്ന് പറയുന്ന ഇത്ര നാൾ ചെയ്തെല്ലാം പൊട്ടുന്ന ഐഡിയ ആയിരുന്നു. പക്ഷെ ഇത് ഇച്ചിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവം. അതായത് ഈ ആമസോൺ പോലെ ഡെലിവറി ഒക്കെ ചെയ്യുന്ന സംഭവമില്ലേ, അപ്പോൾ അതുപോലെ നമ്മൾ ലോക്കലായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഇത് ഡെലിവറി ഒക്കെ ചെയ്യുന്ന സംഭവം. എടാ അപ്പോൾ ഡെലിവറി ചെയ്യാനൊക്കെ ഭയങ്കര പൈസ ആവത്തില്ലേ? ഡെലിവറി ചെയ്യാനൊന്നും ആവത്തില്ല. അത് നമ്മുടെ റോഷനുണ്ട്, അപ്പോൾ അവൻ പറഞ്ഞ് അവൻ ചെയ്തോളാന്ന് പറഞ്ഞു. അതിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. നാളെ തന്നെ തുടങ്ങിയാലോ? ആ ഞാൻ റോഷനോടൊന്ന് ചോദിക്കണം. പിന്നെ നമ്മുടെ മറ്റേ സുമേഷ് ഉണ്ടല്ലേ, അയാൾ പറഞ്ഞായിരുന്നു സംഭവങ്ങൾ സെറ്റാക്കി തരാം, പക്ഷേ കമ്മീഷനൊക്കെ കൊടുക്കണമെന്ന്. എന്താ ചെയ്യാൻ? 20% ലാഭം കിട്ടുന്നോ അതിൻ്റെ 20% കമ്മീഷൻ കൊടുക്കണം. നീ റോഷനൊന്ന് വിളിച്ചോ. എടാ ഹലോടാ, ഹലോ. എടാ കേൾക്കുന്നുണ്ടോ? എടാ പിന്നെ മറ്റേ ഇല്ല ബിസിനസ് ഉണ്ടല്ലോ.
ഓർഡറൊക്കെ വന്നാടേ. ആ ഓർഡറൊക്കെ വന്നടാ. ഇത് നമ്മുടെ അടുത്ത് മറ്റേ രവിയണ്ണന് കൊടുക്കാനുള്ള സംഭവങ്ങളൊക്കെ. എവിടാ കൊടുക്കണ്ടേ? അല്ല ഇതവിടെ വെച്ചാൽ മതി, പുറത്തേ. റോഷൻ വന്നെടുക്കാന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോൾ വരും? 10 മണിക്ക് വരാനാണ് പറഞ്ഞത്. ഇപ്പോൾ വരും, ബൈക്ക് വരാമെന്നാണ് പറഞ്ഞു. 9:30 ആയി. അങ്ങനെ ഓർഡർ കിട്ടി. ഇതവിടെ കൊണ്ട് വെച്ചിട്ട് വരാം. അവിടെ വെച്ചാൽ മതി, അവൻ എടുത്തോളൂ. ഇവിടെ വെച്ചാൽ മതിയായിരിക്കും അല്ലേ? ആടാ മതിയായിരിക്കും. ഇതെവിടെ ഇരിക്കട്ടെ. അവൻ വരുമായിരിക്കും അല്ലേ? അവൻ വരും, നമ്മളിവിടെ വയ്ക്കണ്ട, അങ്ങോട്ട് പോവാം. ഇത് അടിപൊളിയായിട്ട് കൊണ്ടുപോകണം. ഈ ബിസിനസ് ഓടത്തില്ല, ഇത് അടിപൊളിയാക്കും. നോക്കിക്കോ. ഹലോ. ഓക്കെ ഓക്കെ. ഹലോ. ഓക്കെ ഓക്കെ. സച്ചിനും സച്ചിനോടുണ്ട് ഡീല് സൈൻ ചെയ്യും. 20 കോടിയോ? അത് പറ്റൂല, 25 വേണം. താങ്കൾക്ക് പുതിയ ന്യൂജൻ ആയിട്ടുള്ള പുതിയ ആൾക്കാർക്ക് ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി എന്ത് അഡ്വൈസാണ്? താല്പര്യമുള്ളവർക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് തുടങ്ങാൻ താല്പര്യമുണ്ട്, കഴിവുണ്ടെങ്കിൽ നിങ്ങൾ തുടങ്ങുകയാണ്. പിന്നെ അതെല്ലാം എല്ലാം പൊട്ടി വന്ന് അവസാനം നാട്ടുകാർ പറഞ്ഞ മനുഷ്യനും കൂടെ മക്കളെ ചോദിക്കും. ബാക്കിയുള്ളവർ പറയുന്നത് കേട്ട് നിങ്ങൾ അവർക്ക് സൊസൈറ്റി അറിയാമല്ലോ, അവർ ബാക്കിയുള്ളവർ ചിലപ്പോൾ ഉയരുന്നത് ചിലപ്പോൾ അവർക്ക് നാട്ടുകാർ വന്ന് കേട്ടാലും ഇപ്പം ഈ നിലയിൽ എത്താൻ പറ്റുന്നില്ല. ഞാനൊന്നും പറയട്ടെ കാര്യം, ഞങ്ങൾ പണ്ട് കുറേ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്, ഒരുപാടൊന്നും പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തുടങ്ങിയ അവസാനത്തെ ബിസിനസ്സാണ് ഇതിന് ശേഷം തുടങ്ങിയിട്ട് വന്നിട്ടില്ല, കാരണം ഇത് അത്ര വലിയ സക്സസ്സാണ്. Lavish Company signs record-breaking deal with multinational giant in a historic achievement. Lavish Company has finalized a massive deal worth 50 crore with a leading multinational corporation, Making it one of the biggest business agreements in the world. The deal was signed. The agreement focuses on expanding joint ventures in technology, infrastructure, and sustainable energy. Experts believe this deal will open thousands of job opportunities and enhance India's position in the global market. The success of Lavish Company has filled the nation with pride. As India's innovation and business power were recognized on an international platform. With this landmark achievement, Lavish Company has not only made history, but has also placed India firmly on the global business map. മോനെ സച്ചിനെ, ഞാൻ ചെറിയ സാങ്കേതിക കാരണങ്ങളാൽ നാടുപിടിക്കണം. പിന്നെ നിനക്ക് വലിയ ആഗ്രഹങ്ങളോ വല്ല അത്യാവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണ്ട കേട്ടോ. അതാ നിനക്കും എനിക്കും നല്ലേ. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക്
ഇവനാ? അപ്പൊ അതാണ് നാട് വിടുവാന്ന് പറഞ്ഞിട്ട്. ഇവൻ രക്ഷപ്പെട്ടു. നമ്മളിവിടെ പട്ടി. ഹലോ ഹലോ, ഇതാരാ സംസാരിക്കുന്നത്? എടാ കൊള്ളടാ, നിനക്ക് എന്നെ ഓർമ്മയില്ലല്ലേ? എടാ ഞാൻ പണ്ട് നിന്റെ തോളെ കൈയിട്ട് കിടന്ന വാസുദേവനായിരുന്നാ. വാസുദേവനോ? ആ സോറിടാ, എന്റെ നമ്പർ ഇല്ലായിരുന്നു, മറ്റേ ഫോൺ പൊട്ടിപ്പോയി. കൊള്ളടാ, നിനക്കൊന്നും എന്റെ നമ്പർ സേവ് ചെയ്യാൻ സമയം കാണത്തില്ലല്ലോ. അല്ല, നിന്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? സുഖമാണോ? ജോലി അത് നീ മിണ്ടരുത്. എടാ നീമാരെയൊക്കെ വിട്ട് ഞാൻ വലിയ നേരത്തെ വലിയ പണിയൊക്കെ ചെയ്ത് ബിസിനസ്സിൽ വലിയ സ്റ്റോക്ക് മാർക്കറ്റിംഗ് ചെയ്യാന്ന് പറഞ്ഞ് ഗെലിച്ചു വന്നടാ. ഇവിടെ ഞാനൊരു കാട്ടുറുമ്പിയുടെ കയ്യിലാണ്. അയാളുടെ വീട്ടിൽ പെട്രോൾ ഇല്ലെന്ന് പറഞ്ഞു 1.5 കിലോമീറ്റർ എന്നെ ഇങ്ങനെ വണ്ടി തള്ളിപ്പിച്ച് മുതുവൊക്കെ അനക്കിയിട്ടുണ്ട് എന്റെ കാലക്കുറയാണ്. ഇയാളുടെ വീട്ടിൽ പശു ഇല്ലെന്ന് പറഞ്ഞ് ഇയാൾക്കൊരു മിൽമയുടെ പാലെങ്കിലും വാങ്ങിക്കാം. എന്നാൽ ഇയാൾ ഒട്ടകപ്പാലാണ് കൊണ്ട് പിഴിയിപ്പിക്കുന്നു. ഒട്ടകത്തിന്റെ പാല്. നീയല്ലേ പറഞ്ഞ നല്ല ജോലിയാണ്? നല്ല ജോലിയായിരുന്നു. നല്ല ജോലി എന്ന് പറഞ്ഞായിരുന്നു ഞാൻ പോയത്. എനിക്ക് പണ്ട് തൊട്ടേ എഡ്യൂക്കേഷൻ ഒരുപാട് ഉണ്ടായതുകൊണ്ട് ഇംഗ്ലീഷിലായിരുന്നു അല്ലേ എഴുതി തന്നത് ജോബ് അഗ്രിമെന്റിൽ. എനിക്ക് വായിക്കാൻ അറിഞ്ഞൂടാത്തോടെ ഞാൻ വലിയ ബിസിനസ് ആണെന്ന് പറഞ്ഞ് ചെന്നത് കാട്ടുറബിയായിരുന്നടാ. കാട്ടുറബിയുടെ കയ്യിലടാ ചെന്നത്. നല്ല കാര്യം ഉണ്ടായിരുന്നു. നാട്ടിലങ്ങനെ നിന്നാ പോരായിരുന്നു. എന്നെ വിളിച്ചെന്താ? ഞാൻ പിന്നെ നിന്റെ അടുത്ത് ഒരു കാര്യം പറയാൻ വേണ്ടിയായിരുന്നു വിളിച്ചത്. എന്റെ വകയില് അമ്മൂമ്മ ഉണ്ടായിരുന്നു. അമ്മൂമ്മക്ക് ഇപ്പോ നല്ലോണം വയ്യാതായി. ഇപ്പൊ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു കുറെ നാളായിട്ട്. ഇപ്പൊ എന്തൊക്കെയോ ബിപിയും പ്രഷറും എല്ലാം കൂടി ഇപ്പം ഹോസ്പിറ്റലിൽ കുറച്ചാള് ICUലൊക്കെ കിടന്നിരുന്നായിരുന്നു. അപ്പം എനിക്ക് അവിടെ ഇല്ല, ഞാനുള്ളപ്പോ ഞാനായിരുന്നു നോക്കുന്നത്. ഇപ്പം ഞാനില്ലാത്തപ്പോ കുറെ നാളായല്ലോ. ഇപ്പൊ ഒരു വർഷമൊക്കെ ആവാൻ പോകുന്നു. അപ്പം നീയേ എനിക്കുള്ളൂ പറയാൻ വേണ്ടി. അപ്പം എനിക്ക് സഹായിക്കാൻ പറ്റുമോ? പിന്നെന്താ, ഇടയ്ക്കിടയ്ക്കൊക്കെ നന്നായി നോക്കാനൊക്കെ ഒന്ന് ശല്യമൊക്കെ ചെയ്തായിരുന്നു. എനിക്കൊരു സഹായമായിരുന്നു. ഇപ്പൊ ഞാൻ ഇല്ലല്ലോടാ, ഞാൻ നാട്ടിലായിരുന്നു, എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. എനിക്കറിയാലോ. ഞാൻ നാട്ടിൽ ഇല്ലാത്തതുകൊണ്ട് ഇപ്പം എന്തോ ചെയ്യാനാ. നിനക്കൊന്ന് നോക്കാൻ പറ്റും? പിന്നെന്താ, ഫുഡൊക്കെ കൊണ്ടുകൊടുക്കാം. നീ പറയുന്ന പോലെ എല്ലാം കൊണ്ടുകൊടുക്കാം. ഓക്കേടാ, ശരിയെന്നാ. നീ ഒന്ന് സഹായിക്കണേ. ഉറപ്പായിട്ടും. ഓക്കെ, നമ്മളറിയാലോ. ഓക്കെ. ഹലോ. ഹലോ, നീ പോയായിരുന്നോടാ? ആടാ, ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോവാ. ശരിയെന്നാ. ഞാൻ നോക്കിയായിരുന്നു പോയപ്പോ, ഫുഡ് കൊണ്ട് കൊടുത്ത് മെഡിസിൻ കൊണ്ട് കൊടുത്തു. ഇപ്പോൾ പ്രഷറൊക്കെ ഓക്കെയാ, ഹെൽത്ത് വലിയ കുഴപ്പമില്ല. നീ ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങോട്ടൊന്ന് പോയി നോക്കണേ. അപ്പൊ ഞാനില്ലാത്തതുകൊണ്ട് ഇപ്പൊ അമ്മൂമ്മ, ഞാൻ പറഞ്ഞല്ലോ ഒറ്റയ്ക്കാണ്. എനിക്കാകെ നാട്ടിൽ കൂട്ടുകാരന്മാരായിട്ട് നിന്നെ തൊട്ടേ ഉണ്ട്. 10ാം ക്ലാസ് വരെ അഞ്ചാവണ തൊട്ടിയോണ്ട് എനിക്ക് പിന്നെ കോളേജിലും പോകാൻ അത് കുഴപ്പമില്ലടാ, എനിക്കറിയാലോ. നീ നോക്കിക്കോണേടാ. ശരിയെന്ന്. എന്നെ അറബി ഇവിടെ വിളിക്കുന്നു. ഓക്കേടാ, ഓക്കെ.
ക്രിക്കറ്റ് കളിക്കാനാ? എടാ നീമാര് കളിച്ചോ, ഞാൻ പിന്നെ വരാം. വേറെ ടീം വന്നോ? എന്നാ ഞാൻ ബാറ്റിംഗ് ഉണ്ടല്ലോ. ആടാ വരാം. വെയിറ്റ് ഞാൻ ഇപ്പം അങ്ങോട്ട് വരാം. ഓക്കെ. നേരവൊക്കെ അടിയടാ, എന്തുവാടാ കാണിക്കുന്നത്? മണ്ടന്മാരാ, എന്തുവാ? ഹലോ. ഹലോടാ, നീ അവിടെ പോയായിരുന്നോടാ? പിന്നെ ഹെൽത്ത് ഒക്കെ ആയിരുന്നോടാ? അത് ഞാൻ പോയായിരുന്നടാ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഹെൽത്ത് കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ വിളിക്കാം, കുറച്ച് ബിസി ആട്ടോ. പിന്നെ വിളിക്കാം. ഹലോ. പിന്നെ വിളിക്കാം. ഹലോ. ഓക്കെ. ആ, അത് നൈസ് ഷോട്ട്, അത് കൊള്ളാം. പറയടാ. ആടാ, പിന്നെ എന്റെ അമ്മൂമ്മയ്ക്ക് എന്തോ ഒട്ടും വയ്യാതെ അവിടെ കിടക്കുന്നത്. അമ്മൂമ്മ എന്നെ ഇപ്പൊ വിളിച്ചായിരുന്നു, നീ ഒന്ന് വേഗം ചെന്ന് അമ്മൂമ്മയ്ക്ക് എന്തൊക്കെയോ വയ്യെന്നാ പറയുന്നത്, ഒട്ടും വയ്യെന്നാ പറയുന്നത്. എമർജൻസി ആണ് തോന്നുന്നു. നീ വേഗം ചെല്ലണേ, വേഗം ചെല്ലണം. ഇവിടുന്ന് അത്ര ആൾക്കൂട്ടം. ആ ചേട്ടാ, അല്ല ഇവിടെ എന്താ ഇത്ര ആള്? ഈ വീട്ടിൽ താമസിച്ചു കൊണ്ടിരുന്ന മുത്തശ്ശി മരണപ്പെട്ടു. വയ്യാതെ കിടന്നതല്ല. അല്ല, എപ്പോഴായിരുന്നു? അതൊന്നും അറിയത്തില്ല. ഹലോ. പറയടാ. എടാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നിന്റെ നിർത്തടാ, മതിയടാ. എല്ലാം കൊള്ളാം, എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. നിന്നോടൊക്കെ എനിക്ക് വേറെ ആരും ഇല്ലാത്തോണ്ടായിരുന്നു ഞാൻ പറഞ്ഞു. നിനക്കൊന്നും നോക്കാൻ പറ്റത്തില്ലായിരുന്നു, നിനക്ക് പറയാനും എന്നോടൊന്ന് പറയായിരുന്നു. ഇത്രയും നാളത്തെ നിന്റെയും ഞാനും തമ്മിലുള്ള ബന്ധം വെച്ച് നിനക്ക് വേണേ പറയാനും. നീ ഒന്ന് ചെന്നായിരുന്നു. നിന്നെയും കാത്തു കിടന്നിട്ടാടാ മരിച്ചുപോയി. നിന്നെയും കാത്തു കിടന്നിട്ട് എനിക്ക് വേറെ പറയാനായിട്ട് പോലും ആരും ഇല്ലായിരുന്നു. ഇനി ഞാൻ ഈ ഗൾഫിൽ കിടന്നിട്ട് അരിക്ക് വേണ്ടി അങ്ങോട്ട് തിരക്കാണ്ട് പോവാൻ പറ്റില്ലടാ. നിന്നോടെന്തോ പറയണ്ടെന്ന് എനിക്കറിയത്തില്ല. തിരക്കാണല്ലോ, എല്ലാവർക്കും തിരക്കാ. എല്ലാരും അവരവരുടെ കാര്യം. ഇല്ലെങ്കിലും ഇനിയിപ്പം കുഴപ്പമില്ലല്ലോ. ഇനി നമ്മള് തമ്മില് സോറിടാ. ഇനി എനിക്ക് തോന്നുന്നില്ല നമ്മള് തമ്മിൽ പഴയ ഒരു ബന്ധം നമ്മൾ തമ്മിൽ കാണുന്നു. ശരിയടാ, ഞാൻ ഇപ്പൊ എന്തായാലും എയർപോർട്ടിലേക്ക് എവിടെ നിന്ന് നാട്ടിൽ വരും. ശരി എന്നാ. ഇനി ഈ നമ്പർ എനിക്ക് വേണമെങ്കിൽ നീ കളയോ എന്താ ചെയ്യ എന്തെങ്കിലും ചെയ്യും. ആ ശരിയടാ. നീ ഒന്ന് ചെന്നായിരുന്നു. നിന്നെയും കാത്തു കിടന്നിട്ടാടാ മരിച്ചുപോയി. എനിക്ക് വേറെ പറയാനായിട്ട് പോലും നിന്നെയും കാത്തു കിടന്നിട്ടാടാ മരിച്ചുപോയി. നിന്നെയും കാത്തു കിടന്നിട്ട്
സർ, ഒരു ബിസിനസ് ഡീൽ വന്നിട്ടുണ്ട്. ബിസിനസ് ഡീലോ? ഡീൽ വിദേശത്ത് നിന്നാണ്. ഓക്കെ. അദ്ദേഹത്തിന് സാറിനോട് സംസാരിക്കണമെന്ന്. ഇപ്പം ഞാൻ കുറച്ച് ബിസിയാണ്. യെസ്, ഡു വൺ തിങ്. ആ നമ്പർ എനിക്ക് സെൻഡ് ചെയ്തോ, ഞാൻ മെയിൽ അയക്കാം. എന്തായാലും വിളിക്കണേ സർ. രാത്രി ആവട്ടെ, ഇപ്പം എനിക്ക് കുറച്ച് വിളിക്കാൻ പറ്റത്തില്ല, കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ശരി സർ. ഓക്കെ ഫൈൻ. ആ നമ്പർ സെൻഡ് ചെയ്താൽ മതി. ഓക്കെ ഫൈൻ. ഹലോ. ഇത് അൽഹൈദിൻ്റെ CEO അല്ലേ? ഞാൻ ലാവിഷിൻ്റെ CEO സംസാരിക്കുന്നത്. ആക്ച്വലി എനിക്ക് നിങ്ങളെ ഒരു ഡീൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എത്ര റേറ്റാണ് പറയുന്നത്? നിനക്ക് നല്ല കുറ്റബോധമുണ്ടോ? സോറി? അന്ന് നിന്റെ അടുത്തുനിന്ന് നിന്റെ കൈ നീ കാരണം ഒരാൾ മരിച്ച നല്ല കുറ്റബോധം ഉണ്ടല്ലേ? വാസ്തവനാണോ? എടാ, നിന്നെ എത്ര തവണ വിളിക്കാൻ ട്രൈ ചെയ്തത്? എടാ, നിനക്കറിയായിരുന്നു ഈ കമ്പനിയുടെ CEO ഞാനാണ്. ഞാൻ ഡോക്യുമെന്റ് പരിശോധിച്ചതിൻ്റെ ഇടയിലാണ് നിന്നെ കണ്ടത്. നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ട്. അന്ന് എനിക്ക് നിന്നോട് എനിക്ക് അടങ്ങാത്ത ദേഷ്യവും നല്ല കലിപ്പും ഉണ്ടായിരുന്നു. എടാ, എനിക്കറിയാം അന്ന് സംഭവിച്ചതൊക്കെ ഞാൻ കാരണമെന്ന് എനിക്കറിയാം. ആ ഒരു ഗിൽറ്റി ഫീൽ എനിക്ക് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു കമ്പനി തന്നെ തുടങ്ങിയത്. ഇനി ആർക്കും ഒരു അവസ്ഥ വരലെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ കമ്പനി തുടങ്ങിയത്. നിൻ്റെ അന്നത്തെ വാക്കുകളാണ് ഈ ഒരു കമ്പനിയിലേക്ക് എന്നെ എത്തിച്ചത്. അല്ല, ചിലപ്പോൾ ഈ കമ്പനിയുടെ CEO ഞാനെന്ന് അറിയുമ്പോൾ ചിലപ്പോൾ നീ ഈ രീതിയിൽ വേണമെന്ന് പറയുമായിരിക്കും. പറ്റുവാണെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണം. ഇനിയിപ്പോൾ അത് മറന്നുതരാം. ഈ കമ്പനിയും ഡീൽ എത്ര വേണം? അല്ല, അപ്പം നീ എന്നോട് ക്ഷമിച്ചോ? യെസ്, എന്നോട് ഞാൻ പുറത്തു കഴിഞ്ഞിരിക്കണം. ഇതാണ് അപ്പം എൻ്റെ ജീവിതകഥ. എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ജീവിതത്തിൽ ചിലപ്പോൾ ഒരുപാട് സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂടെ കൊണ്ടു നടക്കുന്ന സുഹൃത്താരല്ല ആവട്ടെ, അവരെ പെട്ടെന്ന് ഇല്ലാതാവുന്ന സമയത്ത് നമുക്ക് നല്ല പെയിൻ ഉണ്ടാവും. നമ്മൾ എന്ത് ബിസിനസ് തുടങ്ങിയാലും അത് മറ്റുള്ളവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കണം. എന്താണല്ലോ ആവട്ടെ, മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നോ ഇല്ലയോ എന്നതിലാണ് കാര്യം. ഓക്കെ, പ്രോഫിറ്റ് നോക്കി നമ്മളൊരിക്കലും ബിസിനസ് ചെയ്യല്ലേ. സാറിപ്പോൾ ഒരു കമ്പനിയുടെ CEO ആണല്ലോ. അപ്പോൾ സാറ് ജീവിതത്തിൽ സ്വപ്നങ്ങളൊക്കെ കാണാറുണ്ടോ? ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കാണാറുണ്ട്. അപ്പോൾ സാറ് ജീവിതത്തിൽ കണ്ട ഏതെങ്കിലും ഒരു സ്വപ്നത്തെക്കുറിച്ച് പറയാം. അതായത് നല്ലൊരു സ്വപ്നം, ഫേവറേറ്റ് ആയിട്ടുള്ള സ്വപ്നം. ഇല്ല, അതെങ്ങനെയാ പറയുന്നത്? പക്ഷെ ഞാൻ കണ്ട ഒരു സ്വപ്നം ഞാൻ പറയാം. The success of Lavish Company has filled the nation with pride. As India's innovation and business power were recognized on an international platform. With this landmark achievement, Lavish Company has not only made history, but has also placed India firmly on the global business map. സർ, ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. കയറി വരാൻ പറ. എടാ, നിനക്കെന്നെ ഓർമ്മയുണ്ടോ? നീ ലവനല്ലേ? ചെറുതായിട്ട്. നിന്റെ ജീവിതമൊക്കെ ഇപ്പം എങ്ങനെ പോകുന്നു? അത് പറയാതിരിക്കുന്നതാ. എന്താ? എടാ, അത് പൈസയൊക്കെ അടിച്ചോണ്ട് പോയി. പിന്നെ ഞാൻ കക്കൂസിൽ വന്നു ഇങ്ങോട്ട് വരാം. അതൊക്കെ എത്രേ ഉള്ളൂ. ഞാൻ രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ ഒരു കത്തിരിക്കുന്നു. എടാ, നാട് വിടുവാടാ, അതാ ഇതാ എന്നൊക്കെ പറഞ്ഞിട്ട് ജോലി പോലും പറയുന്നില്ല. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി കണ്ടപ്പോൾ അറിയുന്നത് ആരോടും ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പം എന്താ നീ ഇപ്പം എന്താ ഇങ്ങോട്ട് വന്നേ? പണിയൊന്നുമില്ല. അവിടെ നിന്നിട്ട് കാര്യമൊന്നും. അവിടെ മൊത്തം ബംഗാളിയാണ്. എനിക്കാണെങ്കിൽ ബംഗാളി ഭാഷയും അറിയിച്ചില്ല. ഞാൻ എന്തോ പറയാ. ബംഗാളിയായിരുന്നു? അത് പറ. വേറെ ആരെയും കിട്ടിയില്ലല്ലേ? ജെമിനി മറ്റേ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ കൂടി അത് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പ്ലേ ചെയ്തിട്ടാണ് എൻ്റെ സംസാരിച്ചോണ്ടിരുന്നത്.
എവിടുന്ന് കിട്ടി? ഇൻസ്റ്റഗ്രാം ചെറുതായി. എനിക്കറിയാലോ. അല്ല നിന്റെ അപ്പോയിൻമെന്റ് അവിടെ എങ്ങനെ കിട്ടി? അപ്പോയിൻമെന്റ് ചെറുതായിട്ട് 2 രൂപ കൊടുത്താൽ കിട്ടും. ഇപ്പം 100 കോടിക്ക് മുകളിൽ നെറ്റ്വർക്കുള്ള കമ്പനിയാണ്. എൻ്റെ കൂടെ നിന്നായിരുന്നു ഇപ്പം നിന്നെ മാനേജറോ ഡയറക്ടറോ എല്ലാ ആൾക്കാരും. പിന്നെ മറ്റേ ലവൻ വിളിച്ചായിരുന്നടാ, നമ്മളെ കൂട്ടുകാരൻ വാസുദേവനായിരുന്നു. ഇപ്പം ഞങ്ങളുടെ ഡീലായി. പിന്നെ വല്ല ജോലി വേണോ കമ്പനിക്കകത്ത്? ചെറുതായിട്ട് കിട്ടിയാൽ കുഴപ്പമില്ല. തൂക്കാനുള്ള ആരും ഇല്ല ക്യാൻറ്റീനിൽ. നീ ചെയ്തോ, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഡയറക്ടർ ആക്കാം വേണമെങ്കിൽ. നിന്റെ ഇഷ്ടം. എന്തായാലും പണിയൊന്നും ഇല്ലായിരിക്കും. നീ ലെസൺ വല്ലോ പഠിച്ചു വന്നിട്ട് ഈ സംഭവം വെച്ച്? പഠിച്ചു ചെറുതായിട്ട്. എന്ത്? നമ്മളൊരു ഇൻസ്റ്റയിൽ കാണൂലേ, സക്സസ് ഈസ് പെർമനന്റ്, ഗേൾ സിസ്റ്റം പെർമനന്റ് എന്ന് പറഞ്ഞ സാധനം ഇല്ലേ, അതെന്താ അതിപ്പോൾ മനസ്സിലായി. പിന്നെ എന്തൊക്കെ ഉണ്ട്? ഒന്നുമില്ല. നീ വാ ക്യാൻറ്റീനിലോട്ടിരിക്കാം.